ന്യൂസ് അറ്റ് 10 AM സ്വാഗതം. നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് AJP. അപ്പോൾ വാർത്തകളെ വിനോദമാക്കാനും വിനോദത്തെ വാർത്തമാക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് AJP. അപ്പോൾ പ്രധാന വാർത്തകളിലേക്ക് പിന്നെ സ്വാഗതം. അപ്പോൾ പെട്രോളിന് ലിറ്ററിന് 113, ഡീസലിന് 102 ഇന്നത്തെ വിലയാണ്. അപ്പോൾ സ്വർണം പവന് 1,06,450. എന്തായാലും ജനങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. പുതിയ റിപ്പോർട്ട് നമുക്ക് കാണാം. എനിക്കൊന്നും പറയാം. നല്ല അവതരണം, സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് അതേ പറയാം. എന്നെ ഒന്ന് പിടി, ഞാൻ പിടിക്കാടാ, ഞാൻ പിടിക്കാനാണ്. ചായ അടിച്ചിട്ട് വരാം. നിനക്ക് എന്താ ലൈവ് ആയിട്ട് ചായ അടിച്ചാ? ഓഫാക്ക് AJP സെറ്റ് ചെയ്യുന്ന എന്താ? പിന്നെന്താ ഇവന്മാർക്ക് ഫ്രണ്ട്ലി ആണെങ്കിൽ നമ്മുടെ അടുത്ത് മാത്രം ഇത്തിരി പോണം. അങ്ങനെയല്ല, മിക്ക ഗ്യാങ്ങായിട്ട് ഒരു നല്ല ഫ്രണ്ട്ലി മനസ്സിലായോ? നമ്മള് ഇന്ത്യൻസ് ആയതുകൊണ്ട് എടാ എന്നെ അടിക്കല്ലേ എടാ. If you want to take some revenge, okay, come to Excellent is okay. That's our main game, okay, bro. If you want to talk shit there, bro, come here, okay. And our gang name will be TVA. Don't remember that, motherfucker. Bro, we only have like 50 hours, bro. Imagine you are getting beaten by a 50 hours players. Fucker, this is Indians, okay? Now understand, motherfucker? You got it? ഈ MF-നാണോ ബാൻ കിട്ടി? ആർക്കൊക്കെ ബാൻ കിട്ടി? ഞാൻ ബാൻ കിട്ടിന്ന് പറഞ്ഞു. നീലന് ബാനാണോ? ആർക്കൊക്കെയാണ് പെർമനന്റ് കിട്ടിയ? ഒയ്യോ, പെർമനന്റ് ബാൻ കിട്ടിയാ? ഇത് പറഞ്ഞതാണ് ബാൻ കിട്ടി ബോധിച്ചു. ഓ, നീലൻ, ഡയൻ, മന്തു, ഹരി ദ ബ്ലാസ്റ്റ് പറഞ്ഞ ഇവന്മാര് ഭയങ്കര റേസിസം ആടാ സാർ. അതിനകത്ത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. അവൻ ലൈക്ക് ഐ ഡോണ്ട് നോ ദ റീസൺ, പക്ഷെ ഭയങ്കര റേസിസം ഉണ്ട് അതിനകത്ത്. അവൻ അടിക്കാൻ കയറിയതാണെന്ന് ആ ഒരു നീലൻ. അത് ഈ നീലൻ ആക്ച്വലി ആദ്യം ഒരു കളിക്കണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. ഇതാരീ പറയുന്നേ? എന്തിനൊക്കെ എന്താ പറയണ്ടേ? പഴഞ്ചൊല്ലുണ്ടോ ചോദിച്ചാൽ അതിവിടെ പറയാൻ പറ്റത്തില്ല. ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം ആയിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഡിഫറെന്റ് ടൈപ്സ് വെച്ചിട്ട്. സത്യം സത്യം, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമാണത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചിരികൾ. ആ ചേച്ചി കുറച്ച് ലേറ്റ് ആകുമ്പോൾ വെൽക്കം. അമിഗോസ് താങ്ക് യു സോ മച്ച് ഫോർ ദ 50 കിക്സ് മാൻ. താങ്ക് യു ഡോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ആനന്ദ ഹായ്, പിജി ഗെയിമർ ഹലോ. யார் யார் எப்ப வரணும் உனக்கு தெரியாது. உன் வாழ்க்கை நடக்கமாயிடும். என்ன பண்ணிட்டு இருந்தாலும் நிம்மதி இருக்க முடியாது. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോഴത്തെ മെയിൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഞാനിപ്പം ഇവ സീരിയൽ അഭിനയമാ എന്ന് വെച്ചാ ഇവനിത് എങ്ങനെ പഠിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം വേണ്ട മോനെ എടാ വേണ്ട ഇതാക്കിയെന്ന് പറഞ്ഞാൽ അപ്പോഴുണ്ടല്ലോ തറയിൽ ഇങ്ങനെ വീഴും. എന്നിട്ട് താഴെ ഇരുന്ന് ഇങ്ങനെതാ. ഇന്ന് ഞാൻ അബദ്ധത്തിൽ ലൈറ്റ് ബോക്സാ എന്താ ഇതെന്താ ഇങ്ങനെ പറയണേ? എന്താ എലി എന്താ പറയണേ? ഓ, എലിയെ കണ്ട് പഠിച്ചതാണെന്നോ? ഓ, അങ്ങനെ എലി എഫക്റ്റ് ആണെന്ന് എനിക്ക് നല്ലതുപോലെ തോന്നുന്നുണ്ട്. സത്യം കുറച്ച് നാൾ ഈ ചെറുക്കനെ അവളുടെ കൂടെ വളർത്തിയതിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. സീരിയൽ സത്യം അങ്ങനെ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവനിപ്പം. ഇന്നാണെങ്കിൽ ഗതികേടിന് ഞാനാണെങ്കിൽ മറ്റേ ഡീക്കാത്തലോണിൽ നിന്ന് മറ്റേ പൂളുണ്ടല്ലോ, വെള്ളം നിറയ്ക്കുന്ന പൂള് മേടിച്ചായിരുന്നു. ആ പൂള് മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഇവനെ അതിനകത്തൊന്ന് എടുക്കാൻ പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ. അടുത്ത
ഞാനൊരു സത്യം പറയട്ടെ, ഇവൻ പറഞ്ഞത് എന്റെ അഭിനയമാണെന്ന് പറഞ്ഞത് ഞാനല്ല പഠിപ്പിച്ച. എന്തൊരു നാശമാന്ന് പറയുന്നത്. ചെറുക്കൻ വഴി തെറ്റി പോയി കഴിഞ്ഞാൽ അവ അങ്ങനെയാണ്, അവനൊരു അഭിനയം. എടാ അവ അങ്ങനെയാ. അവനിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കര നിലവിളി, അങ്ങ് നാടകം. ഒരു തുള്ളി കണ്ണീര് അവന്റെ കണ്ണീന്ന് വരത്തില്ല. നാടകം കാണിക്കുവാണെന്ന് ചുറ്റും നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നാടകം അഭിനയമാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവന്റെ കൂടെ കൂടി പോയൊരു 10-20 ദിവസം കടയിൽ നിന്നിട്ടുണ്ടായിരിക്കും. ഈ തന്റെ കണ്ടാവാൻ പഠിക്കുന്നത് സീരിയസ് ഒരു ഭയങ്കര നാടകമാണ്. നിങ്ങൾക്ക് അറിയത്തില്ല ഇവനെ നേരിട്ട്. ഇവന്റെ നാടകമാണ് ആ ചെറുക്കൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. മൊത്തവും അവന്റെ നാടകം ഉള്ളതെയാ പറയാലോ. ഇവന്റെ നാടകം മൊത്തം അവൻ്റെ ഉണ്ട്. ഞാൻ സീരിയൽ ആണെങ്കിലുണ്ടല്ലോ ഇവൻ വെറും നാടകമാണ്. അമ്പലപ്പറമ്പിലൊക്കെ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന നാടകമില്ലേ, അതാണ് ഇവൻ. നിങ്ങൾ വേണം വിശ്വസിച്ചത്. ഞാൻ നാളെ കഴിഞ്ഞ് പോകുമല്ലോ, ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കയറുക. ഞാൻ 2 ദിവസത്തെ വീഡിയോ എടുത്ത് ഞാൻ നാളെ തൊട്ട് ആ എയർബിഎൻബിയിൽ കാണും. ചെറുക്കനെ ഞാൻ കാണിച്ചു തരാം. ചെറുക്കനെ ഞാൻ എന്തൊക്കെയാ അവനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ വ്യക്തമായിട്ട് നാട്ടുകാരെ ഞാൻ കാണിച്ചു തരും. ഞാൻ അവനെ എന്തൊക്കെയാ പഠിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന്. ഇവന്റെ നാടകമാണെന്ന് ഞാൻ കാണിച്ചു തരും. ഇത് ഞാൻ തെളിയിക്കും. ഇത് ഞാൻ തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് നിങ്ങൾ പട്ടിക്കിട്ടോ. ഈഗിൾ പിന്നെ നമ്മള് വേറൊരു ഗെയിം ഇന്നലെ ട്രയൽ ചെയ്ത് കേട്ടോ. ഈഗിൾ അടിപൊളിയായിരിക്കും. അതായത് അളിയ ഇതാണ് ഗെയിം കേട്ടാ. 3 കുരങ്ങന്മാര് ചേർന്നിട്ട് ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. കണ്ടാ ഈഗിൾ ബ്രോയ്ക്ക് പറ്റിയ ഗെയിമാണ് എന്തായാലും. കുരങ്ങനായോണ്ടാണോ ഞാനുണ്ടല്ലോ അടിപൊളി പറഞ്ഞത്. അയ്യോ അതുണ്ടല്ല, കുരങ്ങായോണ്ട് മാത്രമല്ല, അതില് ഉദാഹരണത്തിന് ഞാൻ പൊട്ടൻ, അത് കറക്റ്റ്. നീ ഒരു പൊട്ടായി. കണ്ണാപ്പി അന്തൻ. അത് പണ്ട് കണ്ണുണ്ടായിട്ട് ഒരു ഈഗിൾ ബ്രോ ഊമ മനസ്സിലാ. നമ്മൾ ഈ 3 കുരങ്ങന്മാരും കൂടെ ചേർന്നിട്ട് ബോംബ് ഡിഫ്യൂസ് ചെയ്യണം. അതായത് ഈഗിൾ ബ്രോയ്ക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ഈഗിൾ ബ്രോ ഇരുന്ന് ആംഗ്യം കാണിക്കണം. എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കണ്ണ് കണ്ടുകൂടാത്ത കണ്ണാപ്പിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു 3 കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ബോംബോ വിഷയമായിരിക്കും. അങ്ങനെ സത്യത്തിൽ അങ്ങനെ ഒരു ഗെയിം ഉണ്ടാ ഉണ്ടെങ്കിൽ ഒന്ന് കളിച്ചേക്കണം. കിടക്കി വെൽക്കം ടു ദി ലൈവ് അവരെ. വെൽക്കം വെൽക്കം വെൽക്കം. ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല. എന്റെയൊക്കെ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ ആയിരുന്നു. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. പിടിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. വെൽക്കം ടു ദി ലൈവ്. വെൽക്കം 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 ടു ദി ലൈവ്. സുഖാണെന്ന് എനിക്ക് നിന്റെ ആദ്യം നിനക്ക് ബാൻ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നീലിന്റെ. സെയിം റീസൺ ആണോടാ? പാവറ്റായ ഇതാരിത് തല കാണിക്കാൻ വന്നെയാണോ? ഒരു സെക്കൻഡ്, എന്റെ കുട്ടനെ കാണിച്ചു തരട്ടെ. നിങ്ങൾ എന്റെ കുട്ടനെ കണ്ടിട്ടില്ലല്ലോ, ലൈവിൽ എന്റെ കുട്ടനെ കാണിക്കാറില്ല. ഇതാണ് എന്റെ കുട്ടൻ. ഇതാരിത് തല കാണിക്കാൻ വന്നെയാണോ? ഒരു സെക്കൻഡ്, എന്റെ കുട്ടനെ കാണിച്ചു തരട്ടെ. നിങ്ങൾ എന്റെ കുട്ടനെ കണ്ടിട്ടില്ലല്ലോ, ലൈവിൽ എന്റെ കുട്ടനെ കാണിക്കാറില്ല. ഇതാണ് എന്റെ കുട്ടൻ. എനിക്ക് മനസ്സിലാവാത്തയാണ്. ധർമ്മനെ കണ്ടായിരുന്നു നിങ്ങളൊക്കെ? മൊത്തയായി പോയി മുട്ട. ഗൈസ് അവനെ ഉണ്ടല്ലോ, അവനെ ഞങ്ങളൊരു മണ്ടത്തരം പഠിപ്പിച്ചു വെച്ചായിരുന്നു കേട്ടോ. അവനെ ഞങ്ങള് ഷീപ്പ് എടുത്തിട്ട് മോനെ ഇങ്ങനെ വേണം മുടി ചെയ്യുവാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ ഈ ഇടയ്ക്കാണ് അത് പഠിപ്പിച്ചത്, തല ചീമുടി ചെയ്യുവാൻ. പക്ഷേ പയ്യൻ മൊത്തയടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും തലയിൽ മുടിയുള്ള മസിൽ മെമ്മറിയിൽ അവൻ ജീവിക്കുന്നു. ഇപ്പോഴും അവൻ മുട്ടയുടെ മണ്ടയ്ക്ക് മുടിയെടുത്ത് ചീവും. ഫുൾ ടൈം ഇത് തന്നെ പരിപാടി. എങ്ങനെ മാറ്റിയെടുക്കും? ഞാൻ വിചാരിച്ചു മാറ്റണ്ട, നാളെ എന്തായാലും മുടി കളിക്കുമല്ലോ, അപ്പൊ പിന്നെ ആ ശീലം മാറ്റണ്ട, അവൻ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ മറ്റേ യഥാർത്ഥ സിനിമ മറ്റേ വാസ്തവനെ പോലെ നടക്കണം. അവനിപ്പോ തലയൊക്കെ ഇങ്ങനെ തിരുമി തുണയൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് നടക്കണ പയ്യൻ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മാമനായി മാറും. ഞാൻ എപ്പോഴും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും അവനെ. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവൻ ചില സമയത്ത് ഇങ്ങനെ തൊട അടിച്ച് ചൊറിഞ്ഞുകൊണ്ട് ഇത് വഴി നടക്കുന്നു. അപ്പൊക്കെ ഞാൻ ഇവനോട് പറയണേ, നിന്റെ മോനൊരു മാമൻ, ഏതോ ഒരു കിടുമ്പ് മാമൻ, ഇങ്ങനെ
മറ്റേ കയ്യിലൊക്കെ മേളില് ട്രൗസറിന്റെ മേളിലൊക്കെ ഉടുത്തിട്ട് ട്രൗസർ താഴത്തോട്ട് കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ട്രൗസർ ഇങ്ങനെ പൊക്കി ചൊറിയുന്ന ഒരു മാമനില്ലേ ഏതൊരു സിനിമയില് ഈ കൊള്ളാലോടി ആ ഒരു സാധനമാണ് ദേവിടെ. അങ്ങനെയാണ് അവൻ. പിന്നെ അവന് മുടി പോയെന്ന് ചോദിച്ചാൽ അവന് എന്തോ കിളി പറന്നു പോയ അവസ്ഥയാണ്. അവന് മുടി പോയതോടുകൂടി അവന് വേറെന്തോ നഷ്ടപ്പെട്ടു. ഇപ്പൊ അവനെന്ന് പറയുന്നത് അവനെ അറിയത്തില്ല അവൻ ആരാന്ന്. ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനും തള്ളുവാന്ന് ഇവനെ പോലെ. അല്ല, ഞാൻ തള്ളുവല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അണ്ണ അടുത്തുണ്ടെങ്കിൽ അണ്ണ അടിച്ചേനെ ഹീല്. ചർക്കി വീണ വരെ ചത്തുപോയെ. നമ്മുടെ രക്ഷകനായി അവനും പോകും. അവനും പോയി, ഈ വണ്ടി മൊത്തത്തിൽ പോകും. എത്തിയിരിക്കുകയാണ് സാനി. സാനി കളി നിർത്തി വണ്ടിയും തട്ടല്ലേ അവളുടെ ദേഹത്ത്. മോനെ വണ്ടി നിർത്തിയത് സാനി വന്ന് അത് അവന്മാരെ സോണി കൊണ്ടുപോയെന്ന് പയ്യൻ. നമ്പറൊക്കെ വാങ്ങണം. സാനിയുടെ നമ്പർ മേടിക്കും. രണ്ടുപേരും സോണി കയറിയാണ് ഇവ അടുത്ത ടർഫിലില്ലേ നീലനൊക്കെ പൊസക്കാണ്. നീലൻ അടുത്ത സാനിയെ കൊല്ലലടാ. സാനിയ സാനിയ തുപ്പാതെ പോയില്ലേ ഇവര്, നമ്മൾ എന്തുണ്ട് തുപ്പം ഒന്ന് ആലോചിച്ച് വെക്ക്. അപ്പോ ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. എങ്ങനെയുണ്ട്? അപ്പൊ വന്നില്ലേ? ഇതല്ല വീഡിയോ മാറി. ഓപ്പി വാ തുറക്കണമായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്യുന്ന കേട്ടോ അവന്മാര്. ഹലോ ഇത് ജഡ്ജസിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അല്ലല്ല സോറി അത് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ഇതെന്താ ഇവരെന്തോ പരിപാടി നടത്തിയായിരുന്നല്ലേ? ഗാവാണേ അല്ല. ഓ, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ബംഗാളിൽ നിന്ന് വന്നവനെ. ഞാൻ മനഃപൂർവ്വം ഇട്ടത്. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ നിന്നെ അപമാനിക്കാൻ. ചിക്കൻ ചില്ലിക്ക് നൽകിയ നാരങ്ങയ്ക്ക് നീര് പറഞ്ഞു തൃശ്ശൂരിലോ. ഇതൊന്നും നാട്ടുകാർ കാണത്തില്ല. നാരങ്ങയുടെ നീര് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ബുദ്ധിയില്ലാത്തവങ്ങൾ കിടന്ന് അടിക്കുന്നൊന്നും നാട്ടുകാരാണ് തരാം. ഞങ്ങളുടെ കൊല്ലത്തെങ്ങാണ് എന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു അടിയുടെ ആയങ്ങാണ് കേട്ട് കഴിഞ്ഞാൽ വരും രാവിലത്തെ ന്യൂസിനകത്ത് വരെ വന്ന് ഇന്ന് പറയാൻ വേണ്ടിട്ട് ഓരോരുത്തര്. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്? സം കൊല്ലം തിങ്സാ. ഇത് തൃശ്ശൂരാണ് നടന്നത്, കൊല്ലത്തല്ല. നാരങ്ങയിൽ നീരില്ലാത്തതിന് അടി. ഇല്ലേ നിങ്ങളൊക്കെ നന്നാവത്തില്ല. അതാണ് കാര്യം. നാരങ്ങയ്ക്ക് നീര് വരാത്തതിനും നാരങ്ങയുടെ മരം പോയി മുറിച്ചു കളയാൻ ദിവന്മാര്. എന്ത് മുറിച്ചു കളയാൻ? ഞാൻ നാരങ്ങയുടെ മരം നോക്കി ഇത് ഏത് കാർഡ്? ഇത് നൈസായിട്ട് ഞാൻ അടുത്തടുത്ത് കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ. ഇത് സുപ്രീം എക്സാ. ഇത് 5090 ആണോ? സുപ്രീം എക്സാ 5090. അയ്യോ സത്യമല്ലേ, 5 ലക്ഷം രൂപയാ കൈസ് ഈ കയ്യിലിരിക്കുന്നേ. 5 ലക്ഷം. എന്റെ അമ്മു, കയ്യിന്ന് കാണുന്ന താഴെ വീടോട്ടല്ലോ. ഇത് വർക്കിംഗ് കാർഡാണോ? ഇതെന്റെ കാർഡ് തന്നെയാണോ? ആണല്ലേ, ഓക്കെ. ഇതെന്റെ കാർഡ് തന്നെയാണോ? അപ്പൊ ഇത് എന്റെ കാർഡ് തന്നെ. അപ്പൊ എനിക്ക് ആരുടെ ചോദിക്കാൻ
അത് അറിഞ്ഞില്ല കേട്ടാ. സ്വന്തം സാധനം മോട്ടിച്ചെന്നുള്ള കീർത്തപ്പേരായ അയ്യേ. എടാ ഇവൻ തന്നെ ഒന്ന് ആലോചിക്ക്. സ്വന്തമായി വെറുതെ കുനിഞ്ഞു നിന്നിട്ട് സ്വന്തം ചട്ടി ഊരി സ്വന്തമായി ഇടുന്നവനാണ് ഇവൻ. നല്ല ചട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുത്തനാണ് ഇവൻ. ഇതിനകത്തൊന്നും ഒരു അതിശയവും നിങ്ങൾ കാണിക്കരുത്. അങ്ങനത്തെ നമ്മള് സ്വാഭാവികം, വെരി നാച്ചുറൽ സാധനങ്ങളാണ്. അയ്യേ സത്യവാ സീരിയസ് ആയിട്ട് പറയുക. പക്ഷെ മെയിൻ ഡ്രൈവർ ആയിരിക്കും നിനക്ക് ഈ ചട്ടി അല്ലാണ്ട് വേറൊന്നും പറയാൻ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവൻ തന്നെ നോക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോ നല്ലൊരു ചട്ടി കാണുന്നു. അവന്റെ ആണെന്ന് പോലും ഓർക്കാഞ്ഞിട്ട് അവൻ അത് ഒരു സ്വന്തമായിട്ട് പറയുന്നിടും. അതൊരു നല്ല എക്സാമ്പിൾ ആണ്. പുള്ളിയില്ലേ മറ്റേ ഒരു തമിഴ്നാട്ടിലെന്തോള്ള പുള്ളി പക്ഷെ മെയിൻ ഡ്രൈവർ ആയിരിക്കും അജിത് കുമാർ പുള്ളിയില്ലേ മറ്റേ ഒരു തമിഴ്നാട്ടിലെന്തോള്ള പുള്ളി ഒരു പുള്ളി ഉണ്ടെന്ന് വേറൊരു പുള്ളിയുണ്ട് തമിഴിലുള്ള പണ്ട് ആക്ടറായിരുന്നേ. ഞാൻ തമിഴ് കാണാറില്ല, ഞാൻ തമിഴ് അജിത്ത് അവൻ പറഞ്ഞോ പ്രസന്റ് ചെയ്ത് കേട്ടോ. മറ്റേ അജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് തമിഴ്നാട്ടില്, മറ്റേ താടിയൊക്കെ ധരിപ്പിച്ച്. ഞാൻ തമിഴ് കാണാറില്ല, എനിക്കറിയത്തില്ല. ഇല്ല ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അജിത് കുമാറിനെ പോലും അറിയത്തില്ലേ? നിങ്ങൾക്കറിയാമോ? ആർക്കൊക്കെ അറിയാം ഇവിടെ? സത്യസന്ധമായി സംസാരിക്കണം. നിങ്ങൾ അജിത് കുമാറിന്റെ എത്ര മൂവി കണ്ടിട്ടുണ്ട്? ഒരു പ്രശ്നമില്ല, വാ കളിക്കാലോ. ഒന്നെങ്കിൽ നീ എന്റെ ഫ്രണ്ടിൽ നടക്ക, അല്ലെങ്കിൽ എന്റെ ബാക്കിൽ നിൽക്കാതെ ഇങ്ങനെ മനുഷ്യനെ പിടിപ്പിക്കാൻ. കൂടെ നിക്കണേടാ, വിട്ടിട്ട് പോവല്ലേ. നീ അവിടെ ഒറ്റക്കിരിക്കുവാണോ? ഇവർക്ക് ഇത്ര പേടിയാണോ? ഈഗിളിന് ഭയങ്കര പേടിയാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഈകള് ഭയങ്കര പേടിയാ. ഈകള് ഹൊറർ ഗെയിംസ് ഒന്നും കളിക്കത്തില്ല. അവന് ഭയങ്കര പേടിയാ, ഭയങ്കര പേടിച്ചോറിയാ. പക്ഷെ ബാലനും ജോക്കിയൊക്കെ പോപ്പി കളിക്ക്. പോപ്പിയാ അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന പ്രിൻസസ് സ്റ്റൈലായിക്കോട്ടെ. നിന്റെ അടുത്താ ചോദിച്ചേ. പുതിയ വുഡ്ലാൻഡ്സ് പ്രിൻസസ് എവറസ്റ്റ് കീഴടക്കിയിട്ട് വരുമോ? തല ബീനിയൊക്കെ വെച്ച്. അതെ അല്ലേ? ഏറ്റില്ല വാസു പറയുമ്പോലെ തിരിച്ചു പറയടാ. എന്താ എവറസ്റ്റ് കീഴടക്കിയിട്ട് വരുമെന്ന് ചോദിച്ചപ്പോ അതാ ടൈം എടുത്തേന്ന്. കിട്ടിയില്ലേ? ഇപ്പൊ കുറച്ചു ടർഫ് കളിക്കാൻ അറിയത്തില്ലേ? പോയിന്റ് എത്ര ഉണ്ട്? എല്ലാരും വയ്യടാ.
ആ പ്രിൻസസ് ഓ പ്രിൻസസ് പ്രിൻസസ് കേറ്റി വിളി അങ്ങോട്ട് അടിക്കണ്ടേ നമുക്ക്. കെട്ടി വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. എന്തോ കേട്ടില്ല. കെട്ടി വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. കേക്കാം. അത് എവറസ്റ്റ് കീഴടക്കാൻ മുമ്പ് ആലോചിക്കണം. സിറ്റി കളിക്കണമായിരുന്നു. അല്ല ഞാൻ വേറൊരു കോമഡി പറയട്ടെ. ഓജിത്ത് ആരോ എന്തോ ടർഫ് വിളിച്ചിട്ട് ആ വൈക്ക് ഈഗോ പിടിച്ച കുറെ മനുഷ്യന്മാര് ചെയ്യാൻ എന്തോ ചെയ്യട്ടെ ഇതിനൊക്കെ.